നമ്മളുടെ മോളിവുഡിൽ ഒരുപാട് കാറ്റഗറിയിൽപ്പെട്ട ആക്ടേഴ്സ് ഉണ്ട്. അതിൽ നെപ്പോ കിഡ്സ് വരും, ജെൻസി പുതിയ തലമുറയിൽപ്പെട്ട ഒരു സ്റ്റേജ് ആക്ടേഴ്സ് ഉണ്ട്. എന്നാൽ ഈ കാറ്റഗറീസിലെല്ലാം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ട്, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവർ. നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റു കാറ്റഗറിയെ കുറിച്ച് ഓൾറെഡി വീഡിയോ ചെയ്തു. എന്നാൽ ഈ വീഡിയോ ആണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു സീരീസ് ആണ്. മോളിവുഡിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന പുലിക്കുട്ടികളുടെ വീഡിയോ പാർട്ട് 1 ആണിത്. നമ്മൾ ഈ ഒരു പാർട്ട് 1-ൽ 2 പേരാണുള്ളത്. അത് ആരൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. നിവിൻ പോളി, ടോവിനോ തോമസ്. മോളിവുഡിൻ്റെ സൂപ്പർ ഹീറോ ടോവിനോ തോമസ്. എന്തുകൊണ്ടാണ് ഞാൻ ടോവിനോയെ മോളിവുഡിൻ്റെ സൂപ്പർ ഹീറോ എന്ന ടാഗ് കൊടുത്തതെന്ന് വെച്ചാൽ അത് ജസ്റ്റ് സൂപ്പർ ഹീറോ റോളുകൾ ചെയ്തതുകൊണ്ട് മാത്രമല്ല. നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുള്ള അൺറിയൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതായത് ഫിക്ഷൻസ്, കൂടുതലായിട്ടും റിയാലിറ്റിയിൽ ഇല്ലാത്ത എന്നാൽ കുറേ ഫിക്ഷൻ എലമെൻറ്റ്സ് ഉള്ള ചില ക്യാരക്ടേഴ്സിനെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന സമയത്ത് അവരത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരിത് ഫിക്ഷനാണ് ചെയ്യുന്നതെന്നുള്ളൊരു തോന്നൽ നമ്മളെ ഉള്ളിൽ വെച്ചുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ആ ഒരു ആക്ടർ പെർഫോം ചെയ്യുന്ന നോക്കിയിരിക്കാറുണ്ട്. പക്ഷേ പേഴ്സണലി എനിക്ക് ടോവിനോ ഇത്തരത്തിലുള്ള അൺറിയൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ലോകയിലെ ചാത്തനാവാം, മിന്നൽ മുരളി ആവാം, അതുപോലെ തന്നെ AR എന്ന് പറയുന്ന ഫിലിമിനകത്ത് വരുന്ന പല ക്യാരക്ടേഴ്സുകളാവാം, ഇതെല്ലാം ഒരു അൺറിയൽ സ്വഭാവമുള്ള ക്യാരക്ടേഴ്സാണ്. അതായത് ഒരു കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ റിയൽ ലൈഫിൽ കണ്ടുമുട്ടുന്ന ടൈപ്പ് ക്യാരക്ടേഴ്സ് അല്ല, ഒരു അൺറിയൽ സ്വഭാവമുള്ള ക്യാരക്ടേഴ്സാണ്. അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ ഓൺ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ക്യാരക്ടർ നമ്മുടെ റിയൽ ലൈഫിൽ മുൻപിൽ വന്ന് നിന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിലൊരു കൺവിൻസിങ് ചെയ്യാൻ ഈ ടോവിനോ എന്ന ആക്ടറിന് പറ്റും. അതേ സ്ഥാനത്ത് നമ്മൾ മറ്റേതൊരു ആക്ടറിനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റീപ്ലേസ് ചെയ്ത് നോക്കിയാലും ആ ഒരു സ്ക്രീനിനുള്ളിൽ ആ ഒരു ആക്ടർ പെർഫോം ചെയ്യുന്നതായിട്ട് മാത്രമേ ഫീൽ ചെയ്യൂ. പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് തോന്നാറ്. പക്ഷേ അതേ സമയത്ത് ടോവിനോ തോമസ് ആണെങ്കിൽ നമുക്ക് ആ ഒരു യഥാർത്ഥ ക്യാരക്ടർ, അതായത് റിയൽ ലൈഫിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി ഒരു ചാത്തനെ ലോകയ്ക്കകത്ത് ഇട്ടതുപോലത്തെ ഒരു ഫീൽ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ ടോവിനോ എന്ന ആക്ടറിന് പറ്റും. മോളിവുഡിൻ്റെ പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഒരാളെ ഇടിച്ചിടുന്ന ടൈപ്പ് ക്യാരക്ടേഴ്സ് എന്നുള്ള അർത്ഥം മാത്രമല്ല, സ്ട്രോങ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന, അതായത് ഈ ഒരു ക്യാരക്ടറിനെ ഇവിടെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കൺവിൻസ് ആകും എന്ന് ഉറപ്പുള്ള, അല്ലെങ്കിൽ അങ്ങനെ കൺവിൻസ് ആക്കാൻ പറ്റുന്ന ഒരു ആക്ടറാണ് ടോവിനോ തോമസ്. ഒരു ഡയറക്ടർ ഒരു ക്യാരക്ടർ എഴുതുകയാണ്. ആ ഒരു ക്യാരക്ടർ എഴുതുന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടർ നമുക്ക് ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, അല്ലെങ്കിൽ ഇതിൽ ലോജിക് ഉണ്ടോ എന്നുള്ള രീതിയിൽ ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റർ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഒരു ഫിക്ഷൻ എലമെൻ്റ് ഉള്ള ആ ഒരു ക്യാരക്ടറിനെ ടോവിനോ പ്രസൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ആക്ടേഴ്സ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു ക്യാരക്ടർ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതാണ് ഈ പറഞ്ഞ ഈ ഒരു ടാഗ്, മോളിവുഡിൻ്റെ സൂപ്പർ ഹീറോ എന്നുള്ള ടാഗ് ഞാൻ ടോവിനോയ്ക്ക് കൊടുത്തത്. നമ്മൾ ഈ ആക്ടേഴ്സിൻ്റെ ഒന്നും തുടക്കകാലത്ത് സിനിമകളോ അല്ലെങ്കിൽ അവരുടെ ലൈനപ്പുകളോ അതൊന്നും അല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഒരു ആക്ടറിൻ്റെ പെർഫോമൻസ്, അതല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എങ്ങനെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് വെച്ചാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ടോവിനോ തുടക്ക സമയത്തൊക്കെ ചെറിയ ചെറിയ ക്യാമിയോസ് ആയിട്ടും സൈഡ് റോൾസ് ആയിട്ടും ഒക്കെ ആണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് കടന്നു വന്നത്. അതായത് നമ്മൾ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതെന്ന് പറയുന്നത് നമുക്ക് 100% പറയാൻ പറ്റുന്ന ഒരു ആക്ടറും കൂടിയാണ് ടോവിനോ ജസ്റ്റ് ഒരു ആക്ടറായിട്ട് ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഗ്രാഫ് ഇങ്ങനെ അപ്പാവുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. സ്ട്രെയിറ്റ് ലൈനിൽ പോയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അപ്പായി കയറി വരുന്നത്. റൈറ്റ് ടൈമിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ട് ഇതിലൂടെയാണ് ടോവിനോ കടന്നു വന്ന് ഇന്ന് നമ്മൾ ലാസ്റ്റ് കണ്ട ചാത്തൻ വരെ വന്ന് നിൽക്കുന്നത്. ഇനി വരാനിരിക്കുന്ന ഫിലിം പള്ളിച്ചട്ടമ്പിയാണ്. ടോവിനോ എന്ന് പറയുന്ന ആക്ടർ ഇവിടെ വന്നു എന്നുള്ളത് മാത്രമല്ല, ഒരു കറക്റ്റ് ഒരു സിഗ്നേച്ചറും കൂടി മോളിവുഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മോളിവുഡിൻ്റെ ഫസ്റ്റ് സൂപ്പർ ഹീറോ എന്നുള്ള ടാഗും ഓൾറെഡി ടോവിനോയ്ക്ക് തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും മോളിവുഡിൻ്റെ ഒരു സൂപ്പർ ഹീറോ എന്നുള്ള ടാഗിൽ വിളിക്കാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് പോലും നമ്മുടെ മമ്മൂക്കയോടുകൂടി നിന്നാണ് ആസിഫും ടോവിനോ തോമസും ആ ഒരു സ്റ്റേജ് അവർ ഷെയർ ചെയ്തതും ഒപ്പം ആ ഒരു അവാർഡ് അവർ വാങ്ങിച്ചത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ടോവിനോ എന്ന് പറയുന്ന ആക്ടർ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ഗ്രാഫിലൂടെ കടന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന, നമ്മളിപ്പോൾ ലോകയിലെ ചാത്തനായിരിക്കും പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത്. ഇനിയിപ്പോൾ അടുത്തൊരു സിനിമ ഇറങ്ങുന്ന സമയത്ത്, ഇപ്പോൾ പള്ളിച്ചട്ടമ്പി ഇറങ്ങുന്ന സമയത്ത് ആ ഒരു മുഖമായിരിക്കും നമ്മളെ മനസ്സിൽ നിൽക്കുക. അതാണ് ടോവിനോ എന്ന ആക്ടറിൻ്റെ ഒരു പ്രത്യേക കഴിവെന്ന് പറയുന്നത്. അതായത് വേഷപ്പകർച്ച എന്ന് പറയും. ഏത് തരം ക്യാരക്ടേഴ്സ് കൊടുത്താലും അത് രൂപത്തിൽ കറക്റ്റായിട്ട് സൂട്ടാവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൺവിൻസ് ചെയ്യാൻ എളുപ്പമാണെന്ന്. നമുക്ക് ചാത്തനായിട്ട് ഇനിയിപ്പം 300 സംതിങ് ചാത്തന്മാരെ കൊണ്ടുവരാനുള്ള ഒരു മുതലാണ്. അപ്പം തന്നെ ഊഹിക്കണം, സൂപ്പർ പവറുള്ള ഒരു ആക്ടറാണ് നമ്മുടെ മോളിവുഡിൻ്റെ ഒരു, എന്താ പറയുക, നമുക്ക് ഈ
ലിമിറ്റഡ് എഡിഷൻ എന്ന് പറയില്ലേ, അത്തരത്തിലുള്ള ഒരു ആക്ടറാണ് ടോവിനോ തോമസ്. ഇനി ഇതുപോലെ ഒരു ആക്ടറിനെ നമുക്കിനി ഫ്യൂച്ചറിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടാണ്. അപ്പോൾ മോളിവുഡ് യൂസ് ചെയ്യേണ്ട രീതിയിൽ ഇപ്പോൾ ARMലൊക്കെ യൂസ് ചെയ്തതുപോലെ മാക്സിമം ആ ഒരു ആക്ടറിനെ യൂസ് ചെയ്യുക. ലോക ചാപ്റ്റർ 2 ചാത്തൻ, അതിനകത്ത് നമുക്ക് കാണാം ഈ ഒരു ആക്ടറിൻ്റെ വേഷപ്പകർച്ച, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞില്ലേ ഞാൻ കൺവിൻസ് ആകുന്ന ഒരു ആക്ടറിനെ എങ്ങനെയാണ് നമുക്ക് ഈ അൺറിയൽ ക്യാരക്ടേഴ്സിനെ കൺവിൻസ് ആയി ചെയ്യാൻ പറ്റുന്ന ആ ഒരു പവർ, അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ പവർ ടോവിനോ എന്ന് പറഞ്ഞ ആ ഒരു ആക്ടറിന് ഉള്ളത് നമുക്ക് ആ ഒരു ലോകയിലെ ചാത്തനിലൂടെ ചിലപ്പോൾ കാണാൻ പറ്റും. ദ ഹാർട്ട് ഓഫ് മോളിവുഡ്, നിവിൻ പോളി. എന്തുകൊണ്ടാണ് ഞാൻ മോളിവുഡിൻ്റെ ഹൃദയമാണ് നിവിൻ പോളി എന്ന് ഉദ്ദേശിച്ചതെന്നുള്ളതിന് ഞാനൊരു ചെറിയൊരു എക്സ്പ്ലെയിൻ തരാം. ലാലേട്ടനും മമ്മൂക്കായി ഒഴിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു ആക്ടറിൻ്റെ ഏതൊരു ഫ്ലോപ്പ്, ഇപ്പോൾ നല്ല സിനിമകൾ വരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്ലോപ്പ് സിനിമ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് പേഴ്സണലി അധികം എടുക്കാറില്ല, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ. അതായത് അയ്യോ അത് ഫ്ലോപ്പായി പോയല്ലോ, എന്തുകൊണ്ട് ആക്ടർ ഡിസർവിങ് ആയിരുന്നു, അത് ഹിറ്റായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ മറ്റ് ആക്ടേഴ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല വളരെ ഭൂരിഭാഗം ആൾക്കാരും ചിന്തിക്കാറില്ല, പേഴ്സണലി എടുക്കാറില്ല. പക്ഷേ അതേ സ്ഥാനത്ത് നിവിൻ പോളിയുടെ ഒരു സിനിമയാണ് ആ സമയത്ത് ഇത് വർക്കായില്ലല്ലോ എന്നൊരു തോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു നിവിൻ പോളി ഫാൻ അല്ലെങ്കിൽ പോലും ആ ഒരു ആക്ടറിൻ്റെ ആ ഒരു സിനിമ സക്സസ് ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ആ ഒരു ഇഷ്ടം മലയാളത്തിൽ ലാലേട്ടൻ കഴിഞ്ഞാൽ, മമ്മൂക്ക കഴിഞ്ഞാൽ അതുള്ളത് നിവിൻ പോളിയിലാണ്. അത് നമ്മൾ റീസെൻ്റ്ലി അത് കണ്ടത് സർവമായ എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്ക് കിട്ടിയ റെസ്പോൺസാണ്. 6 വർഷത്തോളം അധികം ഒരു നടൻ്റെ ഫ്ലോപ്പിങ്ങിനെ അടുപ്പിച്ച് തന്നുകൊണ്ടിരുന്ന ഒരു ആക്ടർ, അതൊരു ആക്ടർ എന്ന നിലയ്ക്ക് ആ സിനിമകളൊന്നും എൻ്റെ അഭിപ്രായത്തിൽ 1 2 സാറ്റർഡേ നൈറ്റൊക്കെ പോയിട്ട് ചില കണ്ടൻറ്റ് വൈസ് മോശമായ ചില സിനിമകൾ ഒഴിച്ച് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫ്ലോപ്പായി പോയ സിനിമകളെല്ലാം ഈ ആക്ടറിൻ്റെ പരീക്ഷണ സിനിമകളായിട്ട് മാത്രം കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ ഒരു സിനിമയിലും ഈ ആക്ടർ ചെയ്ത റോളുകൾ അനാവശ്യമായി എടുത്തു എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ആ ഒരു സാറ്റർഡേ നൈറ്റൊക്കെ പോലുള്ള ചില സിനിമകളിൽ മാത്രമാണ് അത് എന്തിനാ ഒരു സിനിമയിൽ പോയി തലവെച്ചു എന്ന് തോന്നിയിട്ടുള്ളത്. അതല്ലാത്ത പക്ഷം നിവിൻ പോളി എന്ന ആക്ടറിൻ്റെ മറ്റു ഒരു സിനിമകളും പല ഫ്ലോപ്പെന്ന് നമ്മൾ പറയുന്ന സിനിമകൾ, ഇപ്പോൾ എക്സാമ്പിൾ തുറമുഖം, അതുപോലെ തന്നെ മൂത്തോൻ, ഹേ ജൂഡ്, ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ എടുത്തു വെച്ചൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമകളൊക്കെ ഫ്ലോപ്പ്. ഇപ്പം മൂത്തോൻ ഫ്ലോപ്പൊന്നുമല്ല, ഒരുപാട് അവാർഡുകളും ഇതൊക്കെ വാങ്ങിച്ച് കൂട്ടിയൊരു സിനിമയാണ്. അപ്പോൾ അത്തരത്തിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്തു എന്നുള്ള ഒറ്റ റീസൻ്റെ പുറകിൽ ആ ഒരു ആക്ടറിൻ്റെ ഏകദേശം ഒരു 6-7 വർഷത്തോളം നമ്മൾ സക്സസ് കണ്ടിട്ടില്ല. എന്നാൽ അതിനുശേഷം ഒന്ന് ആലോചിച്ച് നോക്കണം, 6-7 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോപ്പ് ചെയ്ത ഒരു ആക്ടർ എപ്പോൾ ഫീൽഡ് ഔട്ടായി പോവേണ്ടതാണെന്നൊന്ന് ഊഹിച്ച് നോക്കണം. നമ്മൾ ബോളിവുഡിൽ തന്നെ പല ആക്ടേഴ്സിൻ്റെ പൊടി പോലും കാണാത്തതാണ്. അത് മെയിൻ സ്ട്രീം ആക്ടേഴ്സ് പോലും 2 ഫ്ലോപ്പ് അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഫീൽഡ് ഔട്ടായി. പിന്നെ അയാളുടെ ഒരു നല്ല സിനിമ വരാതെ, അല്ലെങ്കിൽ ഭയങ്കര ഹ്യൂജ് സക്സസ് ഒരു സിനിമ വരാതെ ആ ഒരു ആക്ടറിനെ പിന്നെ ആരും ഓർത്തുപോലും ഇരിക്കത്തില്ല. ആ ഒരു സ്ഥാനത്താണ് നിവിൻ പോളി എന്ന ആക്ടറിൻ്റെ കരിയറിലെ ഫസ്റ്റ് 150 crores എന്ന് പറയാൻ ഇപ്പോൾ 140 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെക്കോർഡ് കളക്ഷൻ 6-7 വർഷത്തെ ഫ്ലോപ്പിന് ശേഷം ഒരു ഒറ്റ നോർമൽ സിനിമ കൊണ്ട് അടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ആ ഒരു ആക്ടറിൻ്റെ അടുത്ത് മോളിവുഡിലെ അല്ലെങ്കിൽ മലയാളികൾക്കുള്ള ഒരു ഇഷ്ടം എന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് തന്നെ അങ്ങ് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു ഒറ്റ റീസൺ തന്നെ ധാരാളമാണ് എന്താണ് ദ ഹാർട്ട് ഓഫ് മോളിവുഡ് എന്ന് ഞാൻ പറയാനുണ്ടായ റീസൺ എന്ന് പറയുന്നത്. ഇതുപോലുള്ള സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലാലേട്ടൻ ഇപ്പം 200 കോസൊക്കെ സിമ്പിളായിട്ട് അടിച്ചെടുക്കുന്നില്ലേ, ആ ഒരു പവർ നിവിൻ പോളി എന്ന ആക്ടറിനെ കൊണ്ട് പറ്റും. അതിപ്പോൾ ഞാൻ തന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഓൾറെഡി നിവിൻ തന്നെ പ്രൂവ് ഇപ്പം ചെയ്തതാണ്. ഇപ്പോൾ ബേബി ഗേൾ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. ആ ഒരു സിനിമയെന്ന് പറഞ്ഞാൽ നിവിൻ്റെ കംഫർട്ട് സോൺ അല്ല. നിവിൻ അതിനകത്ത് പെർഫോമറായിട്ടൊരു സൈഡ് റോള് പോലെ ഈ സിനിമയെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് റോള് പോലെ വന്ന് തൻ്റെ ഭാഗം ചെയ്ത് വൃത്തിയാക്കിയിട്ട് അങ്ങ് പോയി എന്നുള്ളത് മാത്രമേ നിവിൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ബേബി ഗേൾ എന്ന് പറഞ്ഞ സിനിമ നിവിൻ പോളിയുടെ സിനിമയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിനകത്ത് സംഗീതമാണ് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ്, അല്ലെങ്കിൽ ലീഡ് റോൾ അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നത്. തൊട്ട് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമ, അതും വളരെ ലൈറ്റായിട്ടുള്ള ഒരു നോർമൽ, ഒരു വളരെ കുറച്ച് ക്രൂ മെമ്പേഴ്സുള്ള ഒരു സിനിമയാണ് 150 കോടിയുടെ അടുപ്പിച്ച് കളക്ഷൻ അടിച്ചതെന്ന് ഓർക്കണം. ഈ സിനിമയ്ക്ക് 100 കോടി കിട്ടി, അതുകൊണ്ട് അതിൽ കിട്ടിയില്ല, അതുകൊണ്ട് ആളിന് ഈ പറയുന്ന പവറില്ല എന്ന് പറയുന്ന കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഏത് യൂണിവേഴ്സിൽ നിന്നാണ് കമൻറ്റ് ചെയ്യുന്നതെന്നൊന്നും ഒരു പിടിയില്ല. ഒരു സംശയമില്ലാതെ പറയാം, നമ്മളെ ലാലേട്ടൻ കഴിഞ്ഞ ബോക്സ് ഓഫീസിനെ അടിച്ച് പൊട്ടിക്കാൻ പറ്റിയ ഒരേ ഒരു മെറ്റീരിയൽ അത് നിവിൻ പോളി തന്നെയാണ്. പക്ഷേ ആൾക്കൊരു കുഴപ്പമുള്ളത് സേഫ് സോണേ പറ്റുള്ളൂ. അതല്ലാതെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ മമ്മൂക്കയൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന റെക്കോർഡ് കളക്ഷൻ നേടുക എന്ന് പറയുന്നത് പുള്ളി മാത്രം വിചാരിച്ചാൽ പോരാ,
മോളിവുഡിലെ നമ്മൾ ഓഡിയൻസും കൂടി വിചാരിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സർവ്വമായും കൂടെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 200 crores കൺഫേം ആണ്. കാരണം 6 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒറ്റ അടി അടിച്ച് 6 അടിച്ച് ജയിക്കുന്നു എന്ന് പറയുന്നില്ലേ, അത്തരത്തിലുള്ള ഒരു ഇതാണ് ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ബത്ലഹേം കുടുംബ യൂണിറ്റ് ആ ഒരു സിനിമയ്ക്കകത്ത് എന്തായാലും എല്ലാവരും 100 കോടി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നിവിൻ പോളി എന്ന ആക്ടറിൻ്റെ പവർ മാത്രം കൊണ്ടല്ല, ആ റീസെൻ്റ് ഡയറക്ടർ ഒരു ക്വാളിറ്റി ഡയറക്ടറാണ്. പ്രേമലു ഒക്കെ അത്രയും ഹിറ്റ് അടിച്ച ഒരു ഡയറക്ടറിൻ്റെ കൂടെ നിവിൻ പോളിയും കൂടെ വരുന്ന സമയത്ത് നിവിൻ്റെ ഈ ഒരു പവറും ആ ഡയറക്ടറിൻ്റെ പവറും കൂടെ വെച്ച് 200 crores നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആ സിനിമ. പക്ഷേ ആ സിനിമയ്ക്കകത്ത് നിവിൻ പോളിയെ അവർ പ്ലേസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മൾ കണ്ട് സക്സസ് ഇഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു രീതിയിലല്ല എന്നുണ്ടെങ്കിൽ ബേബി ഗേളിലെ കണ്ട അതേ കാര്യങ്ങൾ തന്നെയായിരിക്കും ആ സിനിമയ്ക്ക് നടക്കാൻ പോകുന്നത്. ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന, ഓഡിയൻസ് നിവിനെ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരേ ഒരു സ്റ്റേജ് മാത്രമേ ഓഡിയൻസ് അല്ലെങ്കിൽ മലയാളം ഓഡിയൻസ് നിവിനെ സപ്പോർട്ട് ചെയ്യൂ. നിവിൻ എന്ന് പറഞ്ഞ ആക്ടർ ഒരു വെർസറ്റൈലായിട്ട് പല ടൈപ്പ് ക്യാരക്ടേഴ്സുകൾ ഈ ഫ്ലോപ്പ് സിനിമകളടക്കം ചെയ്ത് പ്രൂവ് ചെയ്ത ഒരു ആക്ടറാണ്. അതായത് നിവിൻ പോളി എന്ന് പറഞ്ഞ ആക്ടറിന് ഒരു വീക്ക് സൈഡ് പേഴ്സണലി എനിക്കിതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. നിവിൻ പോളി ഏത് ടൈപ്പ് ക്യാരക്ടേഴ്സും ചെയ്യും, നല്ല വൃത്തിക്ക് ചെയ്യും, അഭിനയിക്കാൻ നല്ലപോലെ അറിയുന്ന ഒരു ആക്ടറാണ്. ഒരു സിനിമയിലും നിവിൻ പോളിയുടെ ആക്ടിങ് ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നിയ ഒരു സിനിമയും എൻ്റെ അറിവിലില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ സാറ്റർഡേ നൈറ്റ് എന്ന് പറഞ്ഞ ഒരു അൺവാണ്ടഡ്, അത് ഈ ഒരു ഫിലിം ലിസ്റ്റിലേ ഇല്ല എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ കൂട്ടിക്കളയാന്നുള്ള ഒരു സിനിമയാണ്. കലഹം കാമിനി കനകം അങ്ങനൊരു സിനിമയുണ്ട്. ആ സിനിമ അന്ന് എനിക്ക് ആ സിനിമ ആദ്യമായിട്ട് കണ്ട സമയത്ത് തന്നെ ആ സിനിമ ഇതെന്തൊരു സിനിമയാണ്. അതിനകത്ത് ചിരിച്ച് അതായത് നമ്മൾ കാണുന്ന കോമഡിയുടെ വേറൊരു ഫോർമാറ്റാണ് ആ സിനിമ. അതിനകത്ത് സ്കോർ ചെയ്തിരിക്കുന്നത് നിവിൻ പോളി ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് വിനയ് ഫോർട്ട്, ജാഫർ ഇടുക്കി ഇവരൊക്കെയാണ് അതിനെ സ്കോർ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതവർ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇങ്ങനെ ഒരാളായിരിക്കണം, എങ്കിലേ ആ രീതിയിൽ ആ കോമഡി വർക്കൗട്ട് ആവുള്ളൂ. ഒരുപാട് സിനിമകൾ നിവിൻ്റേതായിട്ടുണ്ട്. എനിക്ക് ഈ ഹേ ജൂഡ് എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ ഒരുപാട് പേര് കാണണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം അതിനകത്തൊക്കെ നിവിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഗ്രാഫ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പല ആക്ടേഴ്സിനും അതേ സ്ഥാനത്ത് റീപ്ലേസ് ചെയ്ത് നോക്കുന്ന സമയത്താണ് ഈ നിവിൻ പോളി എന്ന് പറഞ്ഞ ആക്ടറിൻ്റെ ഒരു ആക്ടിങ് പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാവുക. ഇതുപോലെ ഓഡിയൻസ് അധികം റെക്കഗ്നൈസ് ചെയ്യാതെ പോയ പല നല്ല സിനിമകളും പല ആക്ടേഴ്സിൻ്റെ പേരിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് റീവാച്ച് ചെയ്തിട്ട് അത് നല്ലതാണെങ്കിൽ നല്ലതെന്നുള്ളൊരു വീഡിയോയോ എന്തെങ്കിലും റീലോ എന്തെങ്കിലും ചുമ്മാ നമ്മൾ അൺവാണ്ടഡായിട്ട് എന്ത് കണ്ടൻറ്റും റീൽ ഇടുന്നില്ലേ. ഈ ഒരു സിനിമ ഞാൻ ഇന്ന് കണ്ടു, നൈസ് സിനിമയായിരുന്നു, നല്ല പൊളപ്പ അഭിനയമായിരുന്നു, നിങ്ങൾ വന്ന് കണ്ടു നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ നിങ്ങളൊക്കെ ഓരോരുത്തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഇതുപോലെ ഏതെങ്കിലും ആക്ടേഴ്സിൻ്റെയൊക്കെ വന്ന് റീലൊക്കെ ആയിട്ടൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇനിയും ആൾക്കാർ അത് കയറി കാണും. അപ്പം നമ്മൾ ഈ മോളിവുഡിലെ ഇത്തരം ആക്ടേഴ്സിനൊക്കെ ഒന്നിൽ കൂടുതൽ, ഇപ്പോൾ ഒരാൾ ഒരു ഫാനായിട്ട് ഇപ്പോൾ 100 പേരെ ഉള്ളെങ്കിൽ 101ാമത്തെ ഒരാളായിട്ട് നമ്മളെ ഈ വീഡിയോ കാണുന്ന ഒരാൾ വരും. അതുപോലെയാണ് നമ്മളെ ഇൻഡസ്ട്രിയെ ഉയർത്തി കൊണ്ടുവരേണ്ടത്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ആക്ടേഴ്സിനെ മാത്രമല്ല, നല്ലൊരു സിനിമ ഒരു മോശം നടൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആ നല്ല സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ നോക്കുന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ ആ സിനിമകളെ പ്രൊമോട്ട് ചെയ്യണം. ഈ ഒരു ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണെന്ന് പറയുന്ന ഡയലോഗ് ഫേമസ് ആക്കിയ ആ ഒരാൾ തന്നെയാണ് നിവിൻ പോളി. അപ്പോൾ നിവിൻ പോളിയെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. സർവ്വമായ്ക്ക് മുമ്പ് ഫാമിലി ഓഡിയൻസിന് ഇഷ്ടം ലാലേട്ടനെയും നിവിൻ പോളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുമോ? നമ്മൾ ദുൽഖറിനേക്ക് ഒരു ജെൻസി ഓഡിയൻ എന്ന നിലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് വരുന്നത്. ഒരു ഓൾമോസ്റ്റ് ഒരു 80% ഓഡിയൻസും ദുൽഖറിനൊക്കെ വരുന്നത് കൂടുതലും ജെൻസി ആൾക്കാരാണ്. പക്ഷേ അതേസമയം നിവിന് വരുന്നത് ജെൻസി ഒപ്പം അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാറ്റഗറി ഉണ്ട് ലാലേട്ടനൊക്കെ ഉള്ളതുപോലെ. ഈ സ്ലീപ്പർ സെൽ എന്നൊക്കെ പറയുന്നില്ലേ, നമ്മളെ ഈ ഏജ്ഡ് ആയിട്ടുള്ള അമ്മമ്മമാർ, മുത്തശ്ശിമാർ, ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഈ നിവിൻ്റെ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അത് നമ്മളുടെ ഈ ഒരു സർവ്വമായ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് വരും. ആ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പലരുടെയും മുത്തശ്ശിമാരടക്കം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് കാണാൻ. അതിൽ ലാലേട്ടൻ സിനിമകൾക്കൊക്കെയാണ് അങ്ങനെ സാധാരണ സംഭവിക്കാറ്. അപ്പോൾ ആ ഒരു ചെറിയ എക്സാമ്പിൾ തന്നെ നമ്മൾ നോക്കിയാൽ മതി. ഫാൻ ഫോളോവിങ് ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ മമ്മൂക്ക, ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ 2 ബ്രിഡ്ജുകളാണ്. അത് 2 ഒഴിച്ച് നമ്മൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ കാറ്റഗറി എടുക്കുന്ന സമയത്ത് വരുന്നത് ഫസ്റ്റ് വരുന്നത് നിവിൻ പോളിയാണ്. അതൊരിക്കലും നമ്മൾ വാദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഓൾറെഡി അവർ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. ഇനി ദുൽഖറിൻ്റെ ഐ ആം ഗെയിം എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്. ആ സിനിമയുടെ മലയാളത്തിലെ കളക്ഷൻ വെച്ച് നമുക്ക് നോക്കാം. ദുൽഖറിന് വേറൊരു കാര്യങ്ങളുണ്ട്, പാൻ ഇന്ത്യൻ ആക്ടറാണ്. പക്ഷേ നിവിൻ പോളി എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ പാൻ വേൾഡ് ഒന്നും ഇല്ല, ഓൺലി മലയാളവും പിന്നെ കുറച്ച് തമിഴും ഒക്കെ ആയിട്ടുള്ള ഓഡിയൻസാണ് നിവിൻ പോളിക്കുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. ദുൽഖർ സൽമാനും കൂടുതലും പാൻ ഇന്ത്യൻ ഓഡിയൻസ് ഉണ്ട്, കാരണം അവിടെ കൂടുതൽ സിനിമകൾ ചെയ്ത് സക്സസ് ആയിട്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് ഉണ്ടാക്കി വെച്ചൊരു സ്റ്റാർട്ടും കൂടി
പോളി അവിടെയും കൂടി ഉണ്ട്. അപ്പോൾ നിവിൻ പോളി എന്ന് പറയുന്നത് ഇവിടുത്തെ ഓഡിയൻസിനെ വെച്ചിട്ടാണ് കളിക്കുന്നത്. പിന്നെ തമിഴില്ലത് പ്രേമത്തിലൂടെ കിട്ടിയ ജെൻസി വീഡിയോ ചെയ്യുന്ന സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ട് ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ഇൻഡസ്ട്രിയാണ്, ഒരു സിനിമ ഇൻഡസ്ട്രിയാണ്. ഇവിടെ മത്സരം ഉണ്ടാകുന്ന സമയത്ത് ഇവനേക്കാൾ ബെറ്റർ അവനാണോ എന്നുള്ളൊരു ചോദ്യം വരും. അതായത് ഇപ്പോൾ എനിക്ക് പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് എന്ന് തോന്നുന്ന ആൾക്കാരായിരിക്കില്ല നിങ്ങൾക്ക് തോന്നുന്നത്. അതുപോലെ ഓരോരുത്തരുടെയും ഒപ്പീനിയൻസ് മാറിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ എന്ന് പറഞ്ഞ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ആ ഒരാളിനേക്കാൾ ബെറ്ററായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആ ഒരു ആക്ടറിൻ്റെ ഉള്ളിൽ വരുള്ളൂ. ക്രിറ്റിസിസം എന്ന രീതിയിലാണ് പറയുന്നത്. അതല്ലാതെ ചില റോസ്റ്റുകൾ പോലെ ഒരു സിനിമ മൊത്തം എടുത്ത് ആ സിനിമയുടെ ഓൾ ക്രൂ, അതിലെ ആക്ടേഴ്സ്, അതിലെ ടെക്നിക്കൽ ടീം, അതിൻ്റെ ക്യാമറ വർക്ക്, അതിൻ്റെ എല്ലാ പൊസിഷനും ഒരുമിച്ചിട്ട് കത്തിച്ച് റോസ്റ്റ് ചെയ്യുന്ന ചില റോസ്റ്റുകൾ പോലെ നമ്മൾ അങ്ങനെ ഒരു ഇതല്ല കമ്പാരിസൺ ചെയ്യുന്നതിൽ വരുന്നത്. കണ്ടൻറ്റിനെ വളരെ ഇതായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാം. അതായത് ഈ ഒരു കണ്ടൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നമുക്ക് റോസ്റ്റ് ചെയ്യാം. പക്ഷേ അതേസമയം അത് മേക്ക് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിനെ റോസ്റ്റ് ചെയ്യുന്നതിനോട് ഞാൻ ഒരു ഇതുള്ള ആളല്ല. അതായത് ഞാൻ ഒരിക്കലും ഒരു ക്രിയേറ്ററിനെ ഇത് ചെയ്യുന്ന ആളല്ല. പക്ഷേ ആൾ ചെയ്യുന്ന കണ്ടൻറ്റ് മോശമാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വേണോ പറയാം. ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ വീഡിയോയിലെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ടോപ്പിക്ക് മോശമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെയിലും പറയാം ഇത് എന്ത് കണ്ടൻറ്റാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം അതുപോലെ നിങ്ങൾക്ക് എന്നെ ഇത് ചെയ്യാൻ പറ്റില്ല. അതായത് നീ എന്തിന് വീഡിയോ ചെയ്യുന്നു അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല. മോശം ഉണ്ടെങ്കിൽ മോശമെന്ന് തന്നെ പറയാം, അത് എല്ലാവർക്കും പറയാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം മനസ്സിൽ വെച്ചേക്കുക. നമ്മൾ ഈ പാർട്ട് 1 സൂപ്പർ ഹീറോ ഓഫ് മോളിവുഡും ഹാർട്ട് ഓഫ് മോളിവുഡും ആയിട്ടുള്ള നിവിനും ടോവിനോയും രണ്ടുപേരെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയത്. ഇവരിൽ നിന്ന് വേണം ഇത് തുടങ്ങണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഒപ്പം ഇതിനകത്ത് ആക്ടേഴ്സ് മാത്രമല്ല ആക്ട്രസ്സും ഉണ്ടാവും, നടിമാരും ഇതിനകത്ത് ഉൾപ്പെടുത്തും ഞാൻ. അപ്പോൾ അതൊക്കെ നമ്മളുടെ വരും വീഡിയോസിൽ വരും പാർട്ടുകളിൽ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പാർട്ട് ഇവിടെ തുടങ്ങി വയ്ക്കാം. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഞാൻ ഓരോ പാർട്ടുകളും ഫാസ്റ്റായിട്ട് കൊണ്ടുവരുന്നത്. ഏതെങ്കിലും ആക്ടേഴ്സൊക്കെ അങ്ങനെ മിസ്സായി പോകുകയാണെന്നുണ്ടെങ്കിൽ അവരെയും കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് അവരെയും കൂടെ വെച്ച് നമുക്ക് ചെയ്യാം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നമ്മുടെ മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ കിട്ടിയിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ് മമ്മൂക്ക. റീസെൻറ്റ് വീഡിയോസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇതിൻ്റെ പാർട്ട് 2ഉം മറ്റ് LC വീഡിയോസായി കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ എന്തായാലും ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാൻ നിസാർ.